ഇന്നത്തെ ട്രിപ്പ് ജഡായു റെസ്റ്റോറൻറ്റിലോട്ടായിരുന്നു. രാവിലെ 8 മണിക്ക് വർക്കല റെയിൽവേ സ്റ്റേഷൻ, വർക്കല നമ്മളെ ശിവേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഗസ്റ്റിനെയും പിക്ക് ചെയ്ത് നമ്മൾ നേരെ ജഡായു റെസ്റ്റോറൻറ്റ് വന്നു. അപ്പോൾ ഇവിടെ വന്ന് ഗസ്റ്റ് ഒന്ന് ബാത്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷായി അവർക്ക് കാപ്പി കുടിക്കണമെന്ന് പറഞ്ഞു. ബഡ്ജറ്റ് ട്രിപ്പാണ്. നമ്മുടെ ജഡായു റെസ്റ്റോറൻറ്റിന് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ചെറിയൊരു ചായക്കട, അതാ ശിവ ബേക്കറി ആൻഡ് കൂൾ ബാർ. ഇവിടെ വരുമ്പോഴത്തേക്ക് മെയിനായിട്ട് വീട്ടിലൂണാണ് ബോർഡ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് മാത്രമേ കാണുന്നുള്ളൂ. ഞാൻ ഈ അടുത്ത നാളെ വരെ വിചാരിച്ചിരുന്നത് ഇവിടെ ഈ ഉച്ചയ്ക്ക് ഊണ് മാത്രമേ ഉള്ളൂ. രാവിലെ നമുക്ക് കാപ്പിയും ഉണ്ട്. നമുക്ക് സാധാരണക്കാർക്ക് കഴിക്കാൻ പറ്റുന്നത് ദോശ, സാമ്പാർ, ഇടിയപ്പം, മുട്ടക്കറി അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ഐറ്റങ്ങൾ വിശപ്പിന് വേണ്ടി കഴിക്കാൻ പറ്റുന്ന ഹോട്ടലാണ്. അല്ല ഭയങ്കര ലെവലൊന്നും പറയാൻ വയ്യ. ഞാൻ എൻ്റെ ഒരു ലെവൽ വെച്ചാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ നമുക്ക് സാധാരണക്കാർക്കല്ല എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന വീട്ടിലുള്ള നമ്മൾ വക്കീലന്മാരാണ്. ഇന്നിപ്പോൾ രാവിലെ ദോശയും സാമ്പാറും ഓംലേറ്റുമാണ് ഞാൻ കഴിച്ചത്. വളരെ ടേസ്റ്റുള്ള നമ്മളെ വീട്ടിൽ എങ്ങനെ വയ്ക്കുമോ അതേ കണക്കാണ് അവർ വച്ചേക്കുന്നത്. ഈ ചേട്ടനാണ് എന്നെ നടത്തിപ്പോയത്. പക്ഷെ നല്ല സഹകരണമാണ്. അവരെ വൈഫ്, എനിക്കൊരു സിംഗിൾ സഹോദരങ്ങൾ എല്ലാവരും ചേർന്നാണ് ഈ കട നടത്തുന്നത്. നമുക്കൊരു വീടിലൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഈ കടയിൽ ജഡായു റെസ്റ്റോറൻറ്റ്. അതിൻ്റെ പാറയാണ് കാണുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് ഉള്ളത്. അപ്പം നമുക്ക് അവിടുത്തെ സ്റ്റാഫുകളെല്ലാം വളരെ ഫ്രണ്ട്ലിയാണ്. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു 6ഓളം ഹിന്ദിക്കാർ അവിടെ ഇരുന്ന് കാപ്പി കുടിക്കുന്നുണ്ട്. ഇവരും ജഡായു റെസ്റ്റോറൻറ്റിൽ വന്നവരാണ്. ഒരു ദോശയാണ് കഴിക്കുന്നത്, ഞാനും ദോശയാണ് കഴിച്ചത്. അപ്പം ഇതിനടുത്ത് വന്നിട്ട് ചിലപ്പോൾ നമ്മുടെ ഡ്രൈവർ സുഹൃത്തുക്കളായാലും ഇവർക്ക് അടുത്ത് കടയില്ലെന്ന്, നല്ല ഈ കട ഉണ്ട്, നല്ലൊരു കടയാണ്, അത് പറയാനാണ് വന്നത്. ഓക്കെ, ആൾക്കാർ ഇങ്ങനെ തുടങ്ങിയാൽ എന്ത് ചെയ്യും? നമ്മൾ ജഡായു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സമയം 12:30 നേരെ ഊണ് കഴിക്കാനായി. വായി കഴിക്കണമെന്ന് പറഞ്ഞ പരൂർ ഒരു നെടുമൂലത്തുള്ള ഒരു ഷാപ്പ് റെസ്റ്റോറൻറ്റോടാണ് ഞങ്ങൾ പോയത്. അവിടുത്തെ വഴിയൊക്കെ ഈ ഇടുങ്ങിയ വഴിയാണ്. ചെന്നിട്ട് എന്തൊരാവുന്ന എന്തോ, ഈ പോക്ക് വെറുതെ ആവുമോ? നിങ്ങളവിടെ പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. എന്തായാലും നേരെ അങ്ങോട്ട് വച്ചു പിടിക്കുക തന്നെ. കായൽ തീരത്തിരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഒന്ന് ഫുഡ് കഴിക്കാമല്ലോ. അല്ലാതെ വേറെ നിർദ്ദേശമൊന്നുമില്ല. നമ്മളവിടെ എത്തി, വണ്ടി പാർക്ക് ചെയ്തു. നല്ല ഇറങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ്. കായൽ തീരവും അതിനകത്ത് തന്നെ കായലിൻ്റെ സെൻറ്ററിൽ തന്നെ ഒരു ഹട്ടൊക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അവിടെ റെസ്റ്റോറൻറ്റിൽ കയറി ഒന്ന് കഴിക്കാനായിട്ട് പൊക്കപ്പുറത്ത് സെക്കൻഡ് ഫ്ലോറിൽ ഒരു സ്ഥലമുണ്ട്. അവിടെ ഇരിക്കുമ്പോഴേ നമുക്ക് നല്ല രസമാണ്. നോക്കണം, ഇതിൻ്റെ കൂടെ ചേർന്നത് പഴയ കട്ടപ്പുഴയാണെന്ന് തോന്നുന്നു. ഇതാണ് ഇവിടെ നിന്നുള്ള കാഴ്ച, രണ്ടാമത്തെ നിലയിൽ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. മൂസൈഡും വെള്ളവും അങ്ങനെയുള്ള ചെറിയ കാണാൻ പറ്റുന്നുണ്ട്. എല്ലാം നോക്കിയാലും പച്ചപ്പും നല്ല വൈബുമാണ് കേട്ടോ. വൈബെന്ന് പറഞ്ഞാൽ 100-120% വൈബാണ്. നമുക്ക് വന്ന് റിലാക്സ് ആയിട്ട് കഴിക്കാനൊക്കെ പറ്റിയ സ്പോട്ടാണ്. വൈബൊക്കെ ഓക്കെയാണ്. ഇവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വയ്യ. എന്തായാലും നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് വെളിയിൽ ഒരു ചെറിയ ഹട്ടുണ്ട്, അവിടെയൊക്കെ ഇരിക്കാൻ ഭയങ്കര സെറ്റാണ്. അവിടുത്തെ ഫുഡ് എങ്ങനെയാണെന്ന് അറിയത്തില്ല, കഴിച്ചിട്ടില്ല, പക്ഷേ കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. പക്ഷേ അവിടുത്തെ വൈബെന്ന് പറഞ്ഞാൽ വൈബ് പക്കയാണ് കേട്ടോ. നല്ല ഒരു റീഫ്രഷ്മെൻറ്റ് മൂഡ് നമുക്ക് തരും. അപ്പോൾ നമ്മളങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ അവിടെ തവയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരെ 2ാം നിലയിലോട്ട് കയറി. അപ്പോൾ അവിടുത്തെ ഈച്ച് ആൻഡ് എവരി പോയിൻ്റ് എന്താ പറയുക, എല്ലാം ഒരു പ്രത്യേക രസമാണ്. ഞങ്ങൾ കഴിക്കാനായി ബീഫ് ഫ്രൈയും 2 ഊണ്, ബീഫ് ഫ്രൈ, ഒരു മീൻകറി എന്നിവയാണ് പറഞ്ഞത്. ഊണിൻ്റെ കൂടെ ഇവിടെ മീൻകറി ഇല്ല, സെപ്പറേറ്റ് പറയണമെന്നാണ് പറഞ്ഞത്. അപ്പം ബീഫ് ഫ്രൈ ആദ്യമേ അവർ കൊണ്ടുവച്ച്, അപ്പം കണ്ടു പിന്നെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഊണ് കൊണ്ടുവന്ന് അതിൻ്റെ കൂടെ തന്നെ ഒരു അച്ചാറ്, സലാഡ്, പിന്നെ ചമ്മന്തി, തോരൻ, ഒരു അവിയലും ഉണ്ട്. അങ്ങനെ മീൻകറി 2 പീസുള്ളൊരു മീൻ ചൂരക്കറിയായിരുന്നു. അപ്പം മീൻകറി കുഴപ്പമില്ല, മീൻകറി ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബീഫ് ഫ്രൈ കൊണ്ടുവച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടൊക്കെയാണ് ചോറ് കൊണ്ടുവന്നത്. അതിനൊക്കെ തന്നെ അടുത്തെങ്കിലും കാണാനുള്ള ഗ്ലാസ് ഇരിപ്പുണ്ട്, വെള്ളം ഇതുവരെ വന്നിട്ടില്ല. ബീഫ് ഫ്രൈ അത്ര മികച്ചതൊന്നും പറയാൻ പറ്റത്തില്ല. മികച്ച പ്ലേറ്റാണ് കൊണ്ടുവച്ചത്, മികച്ച പ്ലേറ്റാണ്. നല്ല സ്പൂൺ, വലിയ കട്ടിയുള്ള സ്പൂണുണ്ടായിരുന്നു. പിന്നെ 2 ഉള്ളി അരിഞ്ഞിട്ടുണ്ടായിരുന്നു, സവാള അരിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് കുറേ നേരം വെള്ളം ചോദിച്ചതിന് ശേഷം ചൂടുവെള്ളം എല്ലാം മിനറൽ വാട്ടർ കൊണ്ടുവന്നു. മിനറൽ വാട്ടർ കൊണ്ടുവന്ന് എടുത്ത് നമ്മൾ പിന്നെ ചോറ് കഴിച്ച് തീർന്നിട്ട് 2ാമത് ചോറിനായിട്ട് കാത്തിരിപ്പായി. കുറേ നേരം കാത്തിരുന്നിട്ടാണ് ചോറ് കൊണ്ടുവന്നത് അവർ.
ചോറൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കാണ് ഇവിടുത്തെ ബില്ലാണ് സൂപ്പറായിട്ട് വന്നേക്കുന്നത്. പക്ഷേ ഇരുന്ന് കഴിക്കാനുള്ള ആ ഒരു ആംബിയൻസും വൈബും ഒക്കെ സൂപ്പറാണ്. പക്ഷേ വില അല്പം കൂടുതലാണ്. വില കൂടുതൽ വാങ്ങിച്ചിട്ട് പക്ഷേ നല്ല ഫുഡ് കൊടുത്താൽ മതി. ഇതിപ്പോൾ 80 രൂപയുടെ ഊണെന്ന് പറഞ്ഞാൽ ഒരു 50 രൂപയ്ക്ക് പോലും കൊള്ളത്തില്ലായിരുന്നു. പിന്നെ ബീഫ് ഫ്രൈ അത് കണക്ക് തന്നെയാണ് വന്നേക്കുന്നത്. പക്ഷേ ബില്ല് കൂടുതലൊന്നല്ല, അവർ വാങ്ങിക്കുന്ന പൈസക്ക് ഇച്ചിരി സർവീസ് അവരെ കൊടുക്കാം. പിന്നെ അതിനൊക്കെ തന്നെ വെള്ളം ചോദിച്ച് ഏതാണ്ട് കുറേ നേരം കഴിഞ്ഞ് വെള്ളം തന്നെ കൊണ്ടുവന്നത്. സർവീസ് സ്പേസ് വളരെ മോശമാണ് അവരുടെ സർവീസ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഈ കാണുന്ന കണക്ക് വന്നിരുന്ന കായലിലെ കാഴ്ചകളും ആ ഒരു തണുപ്പും ഒക്കെ കൊണ്ടിരുന്ന് ഫാമിലിയോട്ട് വന്നിരുന്ന് ആ ഹട്ടിലൊക്കെ വന്നിരുന്ന് കഴിക്കാൻ പറ്റും. അതൊക്കെ ഓക്കെയാണ്. പക്ഷേ എന്നിരുന്നാലും അവരുടെ സർവീസ് മോശം തന്നെയാണ്. പിന്നെ ഫുഡ് ഞങ്ങൾ കഴിച്ചത് ഈ ഫുഡാണ്, മീൻകറിയും. ഒരു നോർമലി ഞങ്ങളൊരു ഹോട്ടലിൽ കയറി കഴിക്കാൻ നടക്കുന്ന ഫുഡാണ് കഴിച്ചത്. പക്ഷേ അതിന് നമുക്ക് വലിയ ഗുണമൊന്നും പറയാൻ വയ്യ. ഈ തൊട്ടടുത്ത് തന്നെ വേറെ ഇതിനെക്കാട്ടിയും ബെറ്റർ ഹോട്ടലിൽ പോയി ഞങ്ങൾ കഴിച്ചിട്ടുള്ളതായിരിക്കാം ചിലപ്പോൾ നമുക്കങ്ങനെ തോന്നിയത്. എന്തായാലും ഞാൻ ഹോട്ടലിൻ്റെ പേര് പറയുന്നില്ല. നിങ്ങൾക്ക് പേരറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ.